നമസ്കാരം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2017 ആണ്ടിൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനുള്ള യോഗമുണ്ട്. കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച കർമ്മപദ്ധതികൾക്ക് ഈ കഴിഞ്ഞ 2016 സെപ്റ്റംബർ മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം സെപ്റ്റംബറിന് മുമ്പ് തന്നെ ഗൃഹപ്രവേശന കർമ്മത്തിന് യോഗം കാണുന്നുണ്ട്. വ്യവസ്ഥകൾ പാലിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. ഭാവനകൾ യാഥാർത്ഥ്യമാകും. വ്യവസ്ഥകൾ പാലിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. ഗവൺമെൻറ് തലത്തിൽ നിന്നും അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. കരാർ ജോലികളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകും. വ്യവസ്ഥകൾ പാലിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി എന്നിവയ്ക്ക് യോഗം കാണുന്നു. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിനും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് സൽകീർത്തിക്ക് യോഗം കാണുന്നുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയത്തെയും നിഷ്പ്രയാസം അഭിമുഖീകരിക്കുവാൻ സാധിക്കും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. കഴിഞ്ഞ വർഷം മുടങ്ങിയ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് ഈ വർഷം അവസരം വന്നു ചേരും. ദേവാലയ ദർശനം, വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്ന് കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും യോഗം കാണുന്നു. മാർഗതടസ്സങ്ങളെല്ലാം നീങ്ങി സർവകാര്യ വിജയം നേടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 2017 ആണ്ടിൽ യോഗമുണ്ട്. എന്നാൽ സെപ്റ്റംബർ മാസം മുതൽ ഒരു വർഷത്തേക്ക് ഏതൊരു കാര്യത്തിലെയും വളരെ നിയന്ത്രണം നിർബന്ധമായിട്ടും വേണ്ടതാണ്. സെപ്റ്റംബർ മാസം മുതൽ ഒരു വർഷത്തേക്ക് ഉള്ള ഉദ്യോഗം ഉപേക്ഷിക്കുന്നതും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കുന്നതും അബദ്ധമായി തീരുവാനുള്ള യോഗമുള്ളതിനാൽ വളരെ ഈശ്വര പ്രാർത്ഥനകളും ആത്മനിയന്ത്രണവും നിർബന്ധമായും വേണ്ടതുമാണെന്ന് 2017 ആണ്ടിലെ ഫലമായി പറയുന്നു. നമസ്കാരം.